Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. അമ്മ എന്താണ് പറയുന്നേ? അവനെ കുറവൊന്നുമില്ലേ? ഇല്ല മക്കളെ, ആദ്യം മുഖത്ത് മാത്രമായിരുന്നു. ഇപ്പോ ദേ കയ്യിലും കാലിലൊക്കെ ഇറങ്ങിക്കണെന്നാ പറയുന്നേ. പാവം കാവ്യ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് പെടാപ്പാട് പെടുവാ. ഞാനൊന്ന് അങ്ങോട്ടൊന്ന് നിൽക്കട്ടെ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ പോലും അവള് വേണ്ടെന്ന് പറയാ. കിടൊക്കെ ഉള്ളതല്ലയോ അതാ. ഷോ പാവണ്ട് നന്ദുട്ടൻ, എന്തോരം വെയിറ്റ് ചെയ്തത് അറിയോ വെക്കേഷൻ വരാൻ വേണ്ടി. ഇപ്പോഴാണോ ഇങ്ങനെയൊക്കെ നടക്കണ്ടേ? എന്തിയാനാ എല്ലാം വിധിയെന്ന് പറഞ്ഞാ മതി. ഒരിടത്ത് നിൽക്കാതെ ചെറുക്കനാ പാവം. ഇപ്പൊ കടന്നോടത്തൊന്ന് എണീക്കാൻ പോലും വയ്യ. ഒന്ന് പോയി നോക്കാന്ന് വെച്ചാ അതിന് പോലും പറ്റുന്നില്ലല്ലോ അമ്മേ. അതന്നെയാ എന്റെയും പ്രശ്നം. ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞാ കാര്യമായിട്ട് സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും വരുന്നു പറഞ്ഞിട്ടെ. അല്ല അമ്മേ, ചെറുപ്പത്തില് എനിക്കൊക്കെ ചിക്കൻ ബോസ് വന്നതല്ലയോ? അല്ല, ഒരു വട്ടം വന്നവർക്ക് പിന്നെ വരത്തില്ലെന്നാണല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എടി കുട്ടി, അതിന് കാവ്യ അടുപ്പിക്കണ്ടേ? അവൾ ആരും അടുപ്പിക്കുന്നില്ലെന്നേ. നിങ്ങൾക്കൊക്കെ വരുന്ന പേടിച്ചിട്ടെ അവള് എന്നോട് പോലും വരണ്ടെന്നാ പറഞ്ഞേ. ദേ ഇപ്പൊ അവിടെ കാവ്യന്റെയും നന്ദുട്ടിനും മാത്രമേ ഉള്ളൂ. അച്ഛമ്മയും അച്ഛനും വരെ അവള് തറവാട്ടിലേക്ക് പറഞ്ഞേച്ചെന്നേ. അവിടെ കുഞ്ഞോള് മാത്രമേ ഉള്ളൂ. ചേടാ, എന്തൊരു കഷ്ടമായത്. പാവണ്ടാവൂലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? വേഗം ഭേദാവാൻ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടേ? പിന്നെ പ്രാർത്ഥിക്കാതെ ദിവസം അതന്നെ പ്രാർത്ഥിക്കുന്നേ. അല്ല അമ്മേ, അവന് ചിക്കൻ ബോസ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്നേക്ക് 5ാമത്തെ ദിവസറ്റാ. വെക്കേഷൻ തുടങ്ങിയാ മതി അപ്പൊ ചാടി പോരുന്നതാ. ഇപ്പൊ അവനില്ലാത്ത വെക്കേഷൻ ആലോചിച്ച് നോക്കാൻ കൂടി വയ്യ. നോക്കാമേ, വീടന്നെ അങ്ങ് സൈലന്റ് ആയിട്ട് കിടക്കുമല്ലയോ. പറയാനുണ്ടോ? ചെക്കൻ ഉണ്ടെങ്കിൽ പിടിച്ചാ കിട്ടത്തില്ല. എന്തോരം ചിരിയും കളിയും വീട് ഫുള്ളും ചാടി ഓടി നടക്കണ കൊച്ചാ. ഇപ്പൊ കണ്ടില്ലേ? എന്തായാലും 10ാമത്തെ ദിവസമെങ്കിലും അവള് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പോയി നോക്കും. അപ്പത്തേക്കും എല്ലാം തണുത്തിട്ടുണ്ടാവും. തണുക്കേ? അതെന്തോന്ന്? അതായത് ചിക്കൻ ബോസ് ഒക്കെ കുറഞ്ഞു തുടങ്ങുന്നു. അതിലെ പാടുകളൊക്കെ മങ്ങി തുടങ്ങുന്നു. എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കണം. അവിടെ ഒറ്റയിൽ കിട്ടിച്ചിട്ട് പോരാൻ കഴിയില്ലല്ലോ. അവരെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തും. അത് അത്രേ ഉള്ളൂ. ആന്റി എന്ത് പറഞ്ഞാലും സമ്മതിക്കരുത് ട്ടോ. എന്തായാലും കൊണ്ടുവരണം. അതന്നെയാ ഞാൻ അച്ഛനോട് പറഞ്ഞേ. അച്ഛൻ അതന്നെയാ പറയുന്നേ. പാവ ഉണ്ണിമോള്, അവക്കാണെങ്കിൽ അങ്ങോട്ടൊന്ന് പോവാൻ പോലും പറ്റുന്നില്ല. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഈയിടെയായിട്ട് ഉണ്ണിമോക്ക് നന്ദുട്ടിന് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവനില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ലെന്ന്. അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. സഹോദരന്മാരെ അടുത്തുണ്ടാകുമ്പോൾ അടിമോള് വേല അറിയില്ലെന്നേ. കുറച്ച് മാറിയൊക്കെ നിൽക്കുമ്പോഴേ അടിമോളുള്ള യഥാർത്ഥ സ്നേഹം പുറത്ത് വരത്തുള്ളൂ. എന്നിട്ട് ഞാനും ചേച്ചിയും എന്തോരം മാറി നിൽക്കണേ. പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്താ ഈ പറഞ്ഞ സംഭവം വരാത്തേ? 100-ൽ ഒരെണ്ണം ഇങ്ങനെ കാണത്തുള്ളൂ. അത് നീ നിന്റെ ചേച്ചിയാ. അതാ ഇങ്ങനെ ഇരിക്കുന്നേ. പാവമ്മ ടെൻഷനായേ. പിന്നെ ടെൻഷൻ ആവണ്ടേ. എന്റെ പൊന്നോ, വെക്കേഷൻ തുടങ്ങിയത് മതി എന്റെ തല ഇവിടെ കിടന്ന് ഉരുളനെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കാലത്ത് എണീച്ചാ തുടങ്ങും രണ്ടെണ്ണം കൂടെ. പിന്നെ കിടക്കുവോളം ഇതന്നെ. ഇതന്നെ കേട്ട് കേട്ട് മനുഷ്യനങ്ങ് ഭ്രാന്ത് പിടിക്കുന്നേ. ഇതൊക്കെ ഒരു രസമല്ലേ? ഇങ്ങനെ കച്ചറ കൂടുന്നതൊക്കെ രസമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നല്ലേ? കുറച്ചും കൂടെ കഴിഞ്ഞാലേ ഇതിനൊക്കെ മക്കൾ കിടന്ന് ഖേദിക്കും കേട്ടാ. പിന്നെ ഇപ്പൊ ഇങ്ങനൊക്കെ പറയാം. അതെ, ഒരുമിച്ചുള്ള അഹങ്കാര ഒന്ന് വിട്ടു നിൽക്കുമ്പോ മനസ്സിലായിക്കോളും. അല്ല, കുറച്ചും കൂടെ കഴിഞ്ഞാൽ രണ്ടാളെയും രണ്ട് വീട്ടിലോട്ടല്ലേ പറഞ്ഞു വയ്ക്കാനുള്ളത്. അന്നേരം മനസ്സിലാവും. സ്നേഹിക്കേണ്ട സമയത്ത് ചേച്ചിനെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അനിയത്തിനെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, അവരെ കൂടെ നല്ലപോലെ സമയം ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ അന്ന് ഖേദിക്കും കേട്ടാ. നിങ്ങളെ ഈ പ്രായത്തിലൂടെ തന്നെയാ ഞാനും നിന്റെ ചെറിയൊക്കെ കടന്നു വന്നേ. അതുകൊണ്ടേ അതിന്റെ അനുഭവം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരുന്നേ. അത് എനിക്ക് മാത്രം തോന്നിട്ട് കാര്യമില്ലല്ലോ. ആ കാര്യത്തിലെ രണ്ടും കണക്കന്നെയാ. അമ്മേ, വന്ന മക്കളെ, എന്തായി? കിട്ടിയോ? കിട്ടിയമ്മേ. എത്ര കട കേറി ഇറങ്ങിയെന്നറിയോ? കടയിൽ പോയിക്കേ, എന്നോട് പറയണ്ടോ. എന്നിട്ട് എവിടെ മക്കളെ? അമ്മന്റെ റൂമിലെ ചെറിയ റോവറില്ലേ, അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കേട്ടോ. എന്നാലേ ഇപ്പൊ തന്നെ അലമാറിലെടുത്ത് വെച്ചാട്ടെ. പിന്നെ അങ്ങ് മറന്നു പോകുന്നേ. നീ ആ അടുപ്പിലിരിക്കുന്ന മുട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ. ശരി അമ്മേ. ചേച്ചി നിക്ക്. എന്ത് ചേച്ചി എവിടെ പോയിട്ട് വരുന്നേ? അമ്മനോട് പറഞ്ഞു കേട്ടില്ലേ? എന്താണ് ചേച്ചി കടയിലൊക്കെ പോകുമ്പോ ചേച്ചി എന്നെയും കൂട്ടിയല്ലേ പോവാറ്? പിന്നെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ഒറ്റയ്ക്കൊന്നല്ലടി, അച്ഛന്റെ കൂടെ. അച്ഛന്റെ കൂടെയോ? അല്ല, എന്നിട്ട് എന്നോട് അച്ഛന് വാക്ക് പറഞ്ഞില്ലല്ലോ. അല്ലേലും ഈയിടെയായിട്ട് അച്ഛനെ തീരെ വേണ്ട. ഒരു മൈൻഡ് പോലില്ല. ഇപ്പൊ നോക്കിയേ, എന്നെ കൂട്ടാണ്ട് ചേച്ചിനെ മാത്രം കൂട്ടി കടയിൽ പോയല്ലേ. ഓറ് കിടന്ന് സെന്റ് അടിക്കുന്ന വേണ്ട. ഷോപ്പിലൊന്നല്ല പോയത്, അടുത്തുള്ള മെഡിക്കൽ വരെയാ. മെഡിക്കലിന് പോയിക്കേ? എന്തിനെ? കേക്ക് മേടിക്കാൻ. കേക്കോ? മെഡിക്കലിലോ? അല്ല, മെഡിക്കലിൽ പിന്നെ എന്തിനാ പോവാ? മരുന്ന് മേടിക്കാനല്ലേ? അല്ല, അതിനെന്തിനാ ചേച്ചിനെ കൊണ്ടായേ? അത് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ചേച്ചിക്ക് സാധനം മേടിക്കാണ്ടെന്നോ? എന്ത് സാധനം? അതും ഞാൻ അറിയാതെ. അമ്മയ്ക്ക് ടാബ്ലറ്റും എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു മെഡിക്കലിന്. അതുകൊണ്ട് അച്ഛൻ വിളിച്ചപ്പോ പോയി. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലേ പോയി അമ്മയോട് ചോദിക്കേ. ചെല്ലേ. എന്തൊരു ജാടയാ ചേച്ചിക്ക്. എന്തായാലും നിന്റെ അത്ര ഒന്നുമില്ല കേട്ടാ. ഇപ്പൊ ജാട കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
പ്രത്യേകിച്ചും അന്ന് നീ കുപ്പിവെള്ളത്തിന്റെ കാര്യം. അപ്പോ അങ്ങനെ ഒരു കുപ്പിവെള്ള കയ്യിലുണ്ടല്ലേ? അത് അതാരാ നിന്നോട് പറഞ്ഞേ? അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. അത് എന്റെ പഴയൊരു കുപ്പിവെള്ളയാ. അത് ഞാന് ജസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചെന്നുള്ളൂ. അതാ നീ തെറ്റിദ്ധരിച്ചത്, വേറൊന്നല്ല. ഒരു വളം മേടിച്ചത് മതി, മനുഷ്യന്റെ സൗകര്യം പോയത് മതി. ഇതന്നെ വെച്ചാണ് ടാർഗറ്റ് ചെയ്യാ. അവൾ എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ കിട്ടട്ടെ, അന്നേരം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. സെയിം പിച്ച്. അല്ല എന്നാ ഇന്ന് നമ്മൾ സിനിമക്ക് പോകുന്നില്ലേ? സിനിമക്കോ? അല്ല ആരൊക്കെയാ പോകുന്നേ? നമ്മൾ തന്നെ. അയ്യോ ആന്റിക്ക് പറ്റത്തില്ല മോളെ. ദേ മണിക്കുട്ടന്റെ അച്ഛനക്ക് വയ്യാണ്ടിരിക്കുവാ. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. കുറച്ച് കഴിഞ്ഞാലേ എടുത്ത പണികളൊക്കെ തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകും. വേണമെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ പോയിക്കോ. ഓക്കേ എന്നാ അങ്ങനെ ചെയ്യല്ലേ കുറ്റു. നീയും ഞാനും പൈങ്കിളി വരുന്നുണ്ടെങ്കിൽ പൈങ്കിളിയും പിന്നെ ഋഷി അവൻ ചിലപ്പോ വരത്തേ ഉള്ളൂ. അല്ല മക്കളെ അവന് വൈകുന്നേരം ആവുമ്പത്തേക്കും വരാന്ന് പറഞ്ഞിട്ടാ പോയത്. എന്തായാലും ഷോ തുടങ്ങാൻ വൈകുന്നേരം ആവല്ലോ. അപ്പൊ ഓക്കേ ഋഷി വന്നാ നമുക്ക് ഋഷിനെ കൂട്ടി പോവാം. എന്തേ പ്ലാൻ ഒക്കെ ഓക്കേ അല്ലേ? ഒന്നിലും ഒരു മാറ്റം ഇല്ലല്ലോ. അത് പിന്നെ ജൂലി എന്റെ കുറ്റു എങ്ങനെ നീട്ടി വിളിക്കുന്നേ? പറ നമ്മള് ഈവനിങ്ങിന് പോരെ? അത് പിന്നെ ഞാനും എന്നാ പോണില്ല. ഇല്ല അമ്മേ, ഞാൻ എന്തായാലും പോകുന്നില്ല. എന്തായാലും പൈങ്കിളില്ലാതെ ഞാൻ മാത്രം വേണ്ട, പിന്നീട് ഒരു ദിവസത്തേക്ക് ആക്കാന്നേ. ഒച്ചക്കിളി പച്ചക്കിളി ഞാൻ എണീച്ചാലുണ്ടല്ലോ. പച്ചക്കിളിയെ വേണ്ട, ഇന്റെ അടുത്ത് വേടിച്ചു കൂട്ടിട്ട് പോകത്തുള്ളൂ പറഞ്ഞേക്കാ. ആദ്യം ഇതൊന്ന് തീരുമാനാക്കട്ടെ. മൂട്ടയോ? അതിന് ഇവിടെ മൂട്ടന്റെ ശല്യൊന്നുമില്ലല്ലോ. അത് ശരി,
അപ്പൊ ഈ മൂട്ടിനെയാണോ അവൾ ഉദ്ദേശിച്ചേ? സോറി, ഒരു ഫണ്ണിന് വേണ്ടി പറഞ്ഞതാ. പൈങ്കിളി, വരാൻ നേരത്ത് ചേട്ടനെ വിളിച്ചോ? ചേട്ടൻ വരാനേ കൂട്ടാനേ. അതൊക്കെ പിന്നെ ഉണ്ടാവത്തില്ലേ, പെങ്ങളായി പോയില്ലേ. നേരെ ഇവിടുന്ന് അങ്ങോട്ട് പോ നോക്ക്. വഴിയിലോടെയും തിരിഞ്ഞു കളിക്കാൻ നിക്കണ്ട കേട്ടാ. 5 minutes later. നീ വരുന്ന മുന്നേ നിന്റെ ജിമിൻ കിളി ഇവിടുന്ന് എപ്പോഴോ പറന്ന്. പാവം പൈങ്കിളി വന്നപ്പോ തന്നെ കളി കാണാന്ന് വിചാരിച്ചതേക്കും അല്ലേടി? ഒരു ബാർബി ഡോളിനെ പോലെ കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നു തന്നെ അതിനായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, ഇനിയിപ്പോ ഇങ്ങോട്ട് വരത്തില്ലേ? എടി, അവൻ തിരിച്ച് മലേഷ്യയിലേക്കൊന്നല്ല പോയത്, ഇവിടെ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോയതാ. അവനും അലക്സും കൂടെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി പോയതാ. അവനെന്തോ ഫുട്ബോൾ കാണാനൊരു ആഗ്രഹം, അതുകൊണ്ട് അലക്സ് കൂട്ടിക്കൊണ്ടുപോയതാ. അതൊന്നും വിടാൻ ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കേ. അവൻ വരുമ്പോ വരട്ടെ. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ വരുമല്ലോ, അപ്പൊ കാണാലോ. വൈകുന്നേരം വരെ കാത്തിരിക്കാൻ വയ്യണേ. നമുക്ക് ഇപ്പൊ പോവാ. ഈ നട്ടുച്ചയ്ക്കോ ഒന്ന് പോയേടേ. എന്താണേ ഞാനൊരു ആഗ്രഹം പറഞ്ഞ അതുപോലെ നമ്മൾ നടത്തി തരത്തില്ലേ? അതൊക്കെ നീ എന്താഗ്രഹം പറഞ്ഞാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്തായാലും ചെയ്തുതരും. അപ്പൊ പിന്നെ ഈ ആഗ്രഹം നടത്തി താന്നേ. അതല്ലേ പറഞ്ഞേ, പറ്റുന്ന എന്താഗ്രഹം നടത്തി തരുന്നേ. ഇതേ പറ്റാത്ത ആഗ്രഹ, അതുകൊണ്ട് സോറി ഫോർ ദാറ്റ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലെങ്ങനെ? അപ്പൊ കഷ്ടപ്പെട്ട് വന്നതിന് ഒരു കാര്യമില്ലേ? നിനക്കിപ്പോ എന്താ നന്ദിനിയായിട്ട് സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ? ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടെ സമ്മതം മേടിച്ചു തരാം. അപ്പൊ എന്റെ കൂടെ വരുമല്ലോ. സമ്മതം മേടിക്കുവാണെങ്കിൽ, അമ്മ സമ്മതിക്കുവാണെങ്കിൽ വരാം. നീ ആദ്യം സമ്മതം മേടിക്കേ. അതന്നെ, അമ്മായി ആദ്യം സമ്മതം തരട്ടെ, എന്നിട്ട് നോക്കാം. അതൊക്കെ എന്റെ നന്ദിനിയായിട്ട് ഞാൻ പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കും. ഇപ്പൊ റെഡിയാക്കി തരട്ടാ. അല്ല, അമ്മനോട് എന്താ പറയാൻ പോണേ? അത് പിന്നെ ഗ്രൗണ്ടിന്റെ അടുത്തല്ലേ നമ്മള് പുതിയ ട്യൂഷൻ വരുന്നേ. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് ട്യൂഷന് വന്ന കാര്യം അറിയിക്കണ്ടേ? പിന്നെ ഫീസിന്റെ കാര്യമൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ. അത് ഇന്നായിക്കോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞു ചോദിക്കാൻ പോവാ. ചെന്റെ കിളിയേ, നിന്റെ ബുദ്ധി അങ്ങ് വിമാനാണല്ലോടേ. പിന്നെ അല്ല, ഈ പ്ലാൻ എന്തായാലും നടക്കുന്ന തോന്നുന്നേ. നീ പോയിട്ട് അമ്മനോട് ചോദിക്ക്. ഞാൻ അപ്പത്തേക്കും എന്റെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കളട്ടെ. നിങ്ങൾ പോയിട്ട് വേഗം റെഡിയാവ്. ഞാൻ പോയിട്ട് വേഗം പെർമിഷൻ ലെറ്റർ മേടിച്ചു തരാം. 5 minutes later. എന്നാൽ എന്റെ പൈങ്കിളി, നീ ഇത്രയും പെട്ടെന്ന് പെർമിഷൻ വാങ്ങുന്ന ഒട്ടും വിചാരിച്ചില്ല. സത്യമാണേ. പൈങ്കിളിന് സുമ്മാ വാ. എന്താടി? അല്ല, ജിമിനിപ്പോ മലയാളം സംസാരിക്കല്ലേ? അല്ലടി, തെലുങ്കോ സംസാരിക്കുക. എന്തേ? അങ്ങനെയല്ല. അത് പിന്നെ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഓന് കൊഞ്ചം മലയാളല്ലേ സംസാരിച്ചേ. നേരെ സംസാരിക്കുന്നത് കേട്ടില്ലല്ലോ. ആ കൂടെ ഓ ഇംഗ്ലീഷിൽ വളാന്ന് പറയണതല്ലേ
പക്ഷേ ഈ ഗ്രൗണ്ടില് കളിക്കാൻ വരുന്ന കാര്യം അറിയാം. അല്ല, ഈ ഗ്രൗണ്ട് ഓന്റെ സ്വത്തൊന്നുമല്ലല്ലോ, എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പൊ പിന്നെ അവനും പൊതുവെ ഒന്ന് കളിക്കാറുണ്ട്. പക്ഷെ റിയലി സത്യമായിട്ട് പ്രോമിസ് ചെയ്ത് എനിക്ക് ഇന്ന് ഇപ്പോ ഈ നിമിഷം നമ്മൾ വരുമ്പം അവനുണ്ടാവുന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇതിനാ പറയുന്നേ വൺ ഷൂട്ടിന് ടു കിലീസിന്. ഓ, എങ്ങനെ സംസാരിച്ചോണ്ടിരുന്നല്ലോ എങ്ങനെ ധരിയുന്നേ? അതന്നെ, നിനക്ക് നിന്റെ ജിമിനെ കാണണ്ടേ? നടക്ക്. പിന്നെ കാണാനേ, ഐ ആം സോ ആകാംക്ഷ. അവനെ കാണാൻ വേണ്ടിയില്ലേ ഇത്രയും ദൂരം വാക്ക് ചെയ്ത് വന്നേക്കുന്നേ. സോ ലെറ്റ്സ് നടക്കുന്നേ. ഷോ, ഞാൻ എങ്ങനെ അവനെ സീ ചെയ്യാ? എനിക്ക് ഇപ്പൊ തന്നെ ഷൈ വരുവാ. അതൊക്കെ സീ ചെയ്യുമ്പോ മാറിക്കൊള്ളും കേട്ടാ. നീ ഇപ്പൊ നടക്കാൻ നോക്ക്. അല്ല, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ? How are you? I'm fine, and you? I am also fine. അശ്ശോ, എനിക്ക് വയ്യ. എന്റെ ജിമിനി ചിരിക്കണ കണ്ടോ? എന്നാ ക്യൂട്ടാ. ഗാതമ്പ ബ്രോ, എടി എന്തിനാടി വിളിക്കുന്നേ? എടി നമ്മള് കണ്ട സ്ഥിതിക്ക് വിളിക്കാണ്ടിരുന്ന മോശല്ലേ? പിന്നെ അത് മാത്രല്ല, ജിമിനും അലക്സൊക്കെ ഇവിടെ ഇല്ലേ? അവര് ഫ്രണ്ട് തന്നെയല്ലേ? അവരെ വരട്ടെന്നേ. ഷോ, ഈ പെണ്ണിനെ കൊണ്ട്. എടി ഒരു മിനിറ്റ്, എന്റെ കാലിലൊന്ന് ചളിയായി. ഞാൻ ഒന്ന് കഴുകിട്ട് വരാട്ടോ. ഓക്കെടി, വേഗം വന്നേക്കണേ. ദേ, ഇവിടുന്ന് അപ്പുറത്തേക്കാ. ആ ഊഞ്ഞാലിരിക്കുന്നതിന്റെ അടുത്ത് പൈപ്പ് കണ്ടതായിട്ട് തോന്നി. അവിടെ പോയി കാല് കഴുകിട്ട് വരാട്ടോ. ചെല്ലേ. ഓ, ഇവളെത്തി. ഇവക്ക് പിന്നെ ഇവിടെ ജിമിനെ കണ്ട അങ്ങ് ലോകം തന്നെ മറക്കല്ലോ. എടി പൈങ്കിളി. ഓ, 5 മിനിറ്റടി, ഞാൻ എന്റെ ജിമിനോട് സംസാരിക്കട്ടെ. ഓ, ചെല്ല്. How is football കളി? Yeah, nice. You love football കളി? Yeah. I too love football. Oh, really? Yeah, I love football and cricket and I love games. Wow, very nice. Oh, nice എന്നൊക്കെ. എനിക്ക് വയ്യ. What? അത് nothing. ഞാനേ എന്നോട് തന്നെ ടോക്ക് ചെയ്തതാ. Okay. And Pangili, you're looking so pretty. പട്ടേനോ? അല്ല, ഞാൻ ഇപ്പൊ അവരോട് നേരെ ചൊവ്വേ സംസാരിച്ചേ. പിന്നെ എന്തിനാ അവരെന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞേ? ജിമിൻ, I am really സങ്കടം വന്നു. ജിമിൻ ഇങ്ങനെ ടോക്ക് ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര bad ആയിപ്പോയി ജിമിൻ. Wait. അതിനെ ഞാനിപ്പോ എന്താ പറഞ്ഞേ? അത് ഇപ്പൊ എന്റെ മുഖത്ത് നോക്കി പൈങ്കിളി is so പട്ടീന്ന് പറഞ്ഞില്ലേ? It's not mean pretty. ഞാൻ പറഞ്ഞത് പൈങ്കിളി ഇന്ന് പ്രിറ്റി ആയിട്ടുണ്ടെന്ന്. ഐ മീൻ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഇന്ന് സുന്ദരിയായിട്ടുണ്ടെന്ന്. ശരിക്കും? യാ, ഈ ഡ്രസ്സില് നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ശോ, എനിക്ക് വയ്യ. Thank you, Jimmy. Thank you so much. And you also looking so handsome. Thank you. എന്ത്? ഹേയ്, ഒന്നുമില്ല. അല്ല, എന്താ ഇങ്ങോട്ട്? അത് പൈങ്കിളിക്ക് അത് പൈങ്കിളിക്കും എനിക്കും ഉണ്ണിമോക്കൊക്കെ നോക്കിയത് ഇവിടെ ഗ്രൗണ്ടിന് തൊട്ടടുത്ത ട്യൂഷനാ. അതാ ഫീസിനെ പറ്റിയും ക്ലാസ് എപ്പോഴാ തുടങ്ങാന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, അപ്പോ ഈ ട്യൂഷൻ സെന്ററിലാണോ ചേരാൻ പോകുന്നേ? ആ, എന്തേ? ഹേയ്, ഒന്നുമില്ല. ഞാനും ആദ്യ ട്യൂഷൻ ക്ലാസ്സിലാ. ശരിക്കും? അല്ല, ആ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേർക്കുള്ളതല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പോ ആ വീടൊക്കെ മാറ്റി അവിടെ ഒരു ട്യൂഷൻ സെന്റർ തന്നെ വന്നിട്ടുണ്ട്. അതും ഭയങ്കര ഫീസ് കുറവാ. അത് മാത്രല്ല, അവിടെയാണെങ്കിൽ 5ാം ക്ലാസ് മുതല് +2 വരെ ഉണ്ടെന്നാ പറഞ്ഞേ. അതാ എന്റെ വീടിന്റെ മാടി തൊട്ടടുത്തല്ലേ. എനിക്ക് ഇവിടെ ഈസി ആയിരിക്കും വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാ. ഓ, അത് ശരി. അല്ല, അപ്പോ നീ ട്യൂഷൻ സെന്റർ അന്വേഷിക്കാനല്ലേ വന്നത്? ആ, അതിനാ വന്നത്. പക്ഷേ അന്വേഷിക്കണ മുന്നേ പൈങ്കിളിക്ക് ഗ്രൗണ്ട് കാണുന്നൊരാഗ്രഹം. ഉണ്ണിമോളൊന്നും ഇവിടെ വന്നിട്ടുണ്ടില്ലെന്നേ. അതുകൊണ്ട് അവക്ക് കാണിച്ചു കൊടുക്കാലോ എന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്നതാ. അതാ ഇനി പോകുമ്പം അത് അന്വേഷിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ കൺഗ്രാറ്റ്സ്. എന്തിന്? അല്ല, ഫുട്ബോളില് ഗോൾ അടിച്ച് ഇപ്പൊ ജയിച്ചില്ലേ, അതിനെ.
അതൊന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞൂടെ? Congrats. മതിയോ? മതി മതി, ഇതന്നെ ധാരാളം. ജിമിൻ, നീ കളി കണ്ടിട്ട് വാ, ഞാന് ഗ്രൗണ്ടിന്റെ പുറത്തുണ്ടാവും. ആ ഓക്കേതാ. ഡാ, അലക്സ്, നീ എങ്ങോട്ടാ പോന്നേ? ഇപ്പൊ വരാം, ഒരു 5 minutes. അവൻ പോയി. ഓ, നീ എത്തിയോ? കാലൊക്കെ കഴുകിയോ? കഴുകിയടി. ഹേയ് മച്ചു, ഇതൊക്കെ ആരാടാ? അത് അവരെ ബാക്കിൽ നിൽക്കുന്നില്ലേ, കണ്ണാടി ഇട്ടിട്ട് ഒരു കുട്ടി. ആ, അത് നമ്മളെ മണിക്കുട്ടന്റെ സിസ്റ്ററാ, പേര് പൈങ്കിളി. ഓഹോ, അപ്പോ ഈ ബാക്കി 2 പേര്? അത് ദേ ഈ ബ്ലൂ ഡ്രസ് ഇട്ടുള്ള കുട്ടിയില്ലേ, ആ, ഇത് ഉണ്ണിമോള്, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വീണന്റെ കസിൻ സിസ്റ്ററാ. ഓ, അപ്പോ ഈ ബ്യൂട്ടിയോ? അതെ അതെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റർ അല്ലേ? ആ, അങ്ങനെ പോരട്ടെ. അല്ല, പറഞ്ഞില്ലല്ലോ. അത് ഇത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വീണന്റെ സിസ്റ്ററും എന്റെ നിന്റെ ഗൗതം. ആ, എന്താ കാന്താരി? ആഹാ, നല്ല പേരാണല്ലോ, കാന്താരി. അല്ല, ഒഫീഷ്യൽ നെയിം ഇതാണോ അതോ കാന്താരിന്റെ കൂടെ വേറെന്തിലുണ്ടോ? ബ്രോ, എന്റെ പേര് തമ്പ്രു കൃഷ്ണനാ. ദേ ഈ പൊട്ടിനെ പലതും വിളിക്കും, അതൊന്നും ബ്രോ മൈൻഡ് ആക്കണ്ടട്ടോ. ഹേയ്, ഇല്ല ഇല്ല, ഇതൊക്കെ നിങ്ങളെ പേഴ്സണൽ അല്ലേ, അതില് ഞാൻ എന്ത് മൈൻഡ് ആക്കാനാ? ബ്രോ, അതെ, ഐ മീൻ നിങ്ങള് എല്ലാരും ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സിന്റെ ഉള്ളില് ഇതൊക്കെ സ്വാഭാവികല്ലേ, അതാ ഉദ്ദേശിച്ചേ, വേറൊന്നല്ല. അല്ല, നീലക്കുട്ടി. നീലയല്ല, ഉണ്ണിമോൾ. ആ, ഉണ്ണിമോൾ. അല്ല, ഇയാളെ പേര് ഉണ്ണിമോൾ തന്നെയാണോ അതോ? രുദ്രാന്നാ ഒഫീഷ്യൽ നെയിം, പക്ഷേ വീട്ടിൽ വിളിക്കുക ഉണ്ണിമോളേന്നാ. അടിപൊളി പേര്. അല്ല, ആ ചെക്കന് നിങ്ങൾ കസിനാണോ? അല്ല, ഞങ്ങളെ ഫാമിലി ഫ്രണ്ടാ. ഓ, അത് ശരി. എന്താടി ഗോതമ്പേ, കാണിക്കല്ലേ ഇങ്ങനെ ബാക്കിയുള്ളവർ മുന്നിൽ പറയുമ്പോ അവരെന്ത് വിചാരിക്കുക? അവരെന്ത് വിചാരിക്കാൻ? എന്നെ നിന്നെ പറ്റി വേണ്ടാത്തതിലൊക്കെ ചിന്തിക്കത്തില്ലേ? അതുകൊണ്ടേ തമാശയൊക്കെ ആവാം, പക്ഷെ അത് ആരെ മുന്നിലാണെന്നും കൂടെ ചിന്തിക്കണം. ഓ സോറി എടി, നിനക്ക് ഹേർട്ടായോ? പിന്നെ ഭയങ്കര ഉണ്ണിമുളൊക്കെ ഉള്ളപ്പോ കാന്താരി വിളിക്കുമ്പോ പോലും ഞാനത് കാര്യമാക്കാറില്ലല്ലോ. ഇങ്ങനെ ബാക്കിയുള്ളവരെ മുന്നിൽ വിളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. ഇനി മേലെ ഇങ്ങനെ ചെയ്യല്ലേ, എനിക്ക് തീരെ ഇഷ്ടമില്ല ഇതൊന്നും. ഓ സോറി കാന്താരി, ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല, ഓക്കെ? അതൊന്ന് ചിരിച്ചോണ്ട് പറയടി. അല്ല, ഈ സോറി പോരെങ്കിൽ കാലിൽ വീഴണോ? അതൊന്നും വേണ്ട, ഞാനേ അത്രയ്ക്ക് കൽമനസുള്ള ആളൊന്നല്ല. നീ എന്റെ എനിമിയാണെങ്കിലും ചെയ്ത തെറ്റ് റിയലൈസ് ചെയ്ത് എന്നോട് മനസ്സറിഞ്ഞ് സോറി ചോദിച്ചാ അത് ആരാണെങ്കിലും ഞാൻ ക്ഷമിക്കും, അത് അത്രേ ഉള്ളൂ. അല്ല, ഈ എനിമി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാതെ എന്ത് പറഞ്ഞാലും അത് ഫുൾഫിൽ ആവത്തില്ലല്ലേ? പിന്നെ അത് പറയുമ്പോഴേ എനിക്ക് ദഹനം കിട്ടോ, അതാ ബെസ്റ്റ്. എടാ വാടാ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാന്നേ. എടാ ഒരു 5 minutes. ഓ, 5 minutes എന്ന് പറഞ്ഞു വന്നിട്ടെ 6 മണിക്കൂർ കഴിഞ്ഞ്, ഒന്ന് വാടാ. ഗൗതം, എന്നാ നീ പോയി കളിച്ചോ, ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ദേ ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കുവാ, നീ ചെല്ലേ. അതന്നെ ഗൗതം ബ്രോ, ഞങ്ങള് ചുമ്മാ ചുറ്റി കാണാന്ന് വിചാരിച്ചു വന്നതാ, ഞങ്ങൾക്ക് ട്യൂഷനിലേക്ക് പോകാനുള്ളതാ. എന്നാ ഞങ്ങള് പോവാ, ബ്രോ പോയിക്കോ. എന്നാ ശരി ഉണ്ണിമോളെ, ഞാൻ പോട്ടെ.